ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ കണ്ണിമാങ്ങ ആദ്യം ഉപ്പിലിട്ട് വെച്ച് വെക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് ചേട്ടൻ എവിടെയോ പോയിട്ട് വന്നപ്പോൾ കുറച്ച് കണ്ണിമാങ്ങ വാങ്ങിച്ചായിരുന്നേ. അത് ഞാനിങ്ങനെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചു. അതിങ്ങനെ ചുക്കി ചുളുങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കണ്ണിമാങ്ങയും വെള്ളവും വേറെ വേറെ മാറ്റി വെക്കണം. വെള്ളമൊക്കെ അച്ചാറിൻ്റെ സ്റ്റെപ്പിൽ ആവശ്യം വരും. ചട്ടിയിലേക്ക് കടുകിടുക. കടുക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായത് അറിയുന്നത് കടുക് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാവേ. അതിനുശേഷം അതേ അളവിൽ തന്നെ നമുക്ക് ഉരുവയെടുത്ത് ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോഴത്തേക്കും പൊട്ടലൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അതും മാറ്റി വെക്കാം. പിന്നെ കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് മൂന്നും എടുത്ത് ചൂടാക്കി ഇളക്കി നമുക്ക് അതും മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ എടുത്ത കടുകും ഉലുവയും കൂടെ ഇടികല്ലിട്ടിടിക്കാം. വേണമെങ്കിൽ മിക്സിയിട്ട് ഇടിക്കാം. ഞാൻ ഇടികല്ലിട്ടിടിച്ചു. ശകലം പച്ചക്കറികളും ഞാൻ ചേർത്തായിരുന്നേ. പിന്നെ നമുക്ക് നല്ലെണ്ണയോ എള്ളെണ്ണയോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചൂടാക്കിയെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് മാങ്ങ ഇടുക, പൊടികൾ ചൂടാക്കിയതിടുക. ഉലുവയും കടുകും നമ്മൾ നല്ലോണം പൊടിയാക്കിയതല്ല, ചെറുതായിട്ട് ക്രഷ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നേരം ചൂടാക്കിയ എണ്ണയില്ലേ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പും വെള്ളവും ഒന്നും നമ്മൾ വേറെ ചേർക്കുന്നില്ല. നമ്മൾ മാറ്റി വെച്ച അതിൻ്റെ ആ ഉപ്പ് വെള്ളവും കൂടി ചേർക്കുമ്പോഴേക്കും ആ കണ്ണിമാങ്ങ അച്ചാർ എന്നൊരു മണം വരും. എൻ്റെ സാറേ, ഭയങ്കര മണമാണേ. അടുക്കള നിറച്ചും നല്ല മണമായിരുന്നു. ഇതിങ്ങനെ തന്നെ തിന്നാലും നല്ല രുചിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഞാനത് മാറ്റി വെച്ചു. ഇനി വിഷുവിന് എടുക്കാമല്ലോ എന്നോർത്ത് അതേ ഭരണിയിൽ മൂടി കെട്ടി വെച്ചു. ഭരണി അടയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൻ്റെ അടപ്പ് കണ്ടില്ലേ. പിന്നെ ഞാൻ ഏതെങ്കിലും ചീരോ നോക്കിയിട്ട് ഒരു പാത്രം എടുത്ത് കമത്തി അതങ്ങ് മാറ്റി വെച്ചു.